എറണാകുളം വടക്കേക്കരയിൽ പോലീസ് മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പട്ടണം സ്വദേശി പാടത്തുപറമ്പിൽ ശിവപ്രസാദിനാണ് തോളലിന് പരിക്കേറ്റത്. വഴിയരികിൽ സുഹൃത്തിനെ കണ്ട് സംസാരിക്കുമ്പോൾ പോലീസ് കസ്റ്റഡി എടുക്കുകയായിരുന്നു. പ്രതികരണമുണ്ട്, ആദ്യം കേൾക്കാം. പ്രതികരണത്തിലേക്ക് എത്താം. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ശ്യാം, അകാരണമായി പോലീസ് മർദ്ദിക്കുകയായിരുന്നു. എങ്ങനെയാണ് കസ്റ്റഡിയിലെടുത്തത്? എവിടെ വെച്ചായിരുന്നു മർദ്ദനം? എന്താണ് പരാതിയായി ഉയരുന്നത്? പ്രജീഷ്, എറണാകുളം വടക്കേക്കര പോലീസിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. പട്ടണം സ്വദേശിയായിട്ടുള്ള പാടത്തുപറമ്പിൽ ശിവപ്രസാദിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ ടൗണിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം. ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് 6:30 സംഭവം. വിവിധ കേസുകളിൽപ്പെട്ട ഒരാൾ കൂടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പോലീസ് വന്ന് അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൻ്റെ കൂട്ടത്തിലാണ് ശിവപ്രസാദിനോടും പോലീസ് കയറാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ തന്നെ എന്തിനാണ് കസ്റ്റഡിയിലെടുക്കുന്നത് എന്ന കാര്യം ശിവപ്രസാദ് പോലീസിനോട് ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായിക്കൊണ്ടാണ് പോലീസ് ഈ ശിവപ്രസാദിനെ തോളിനും അതോടൊപ്പം തന്നെ തലയ്ക്കും മർദ്ദിച്ചു എന്ന് പറയുന്നത്. ഈ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോഴായിരുന്നു ശിവപ്രസാദിനെ മർദ്ദിച്ചത്. തള്ളിയാണ് വാഹനത്തിലേക്ക് കയറ്റിയത് എന്നും ശിവപ്രസാദ് പറയുന്നു. അതിനുശേഷം പിന്നീട് വാഹനത്തിൽ വെച്ച് രൂക്ഷമായ രീതിയിൽ വലിയ രീതിയിലുള്ള അസഭ്യങ്ങൾ ഇയാളെ പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഒരു മൂലക്ക് കൊണ്ടേ ഇരുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം വീട്ടുകാരെ വിളിപ്പിച്ച് ഈ ആധാർ കാർഡ് കൊണ്ടുവന്ന ശേഷമാണ് ഇയാളെ കുഴപ്പമൊന്നുമില്ല, പൊക്ക് വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു വിടുകയായിരുന്നു. തുടർന്ന് ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ശിവപ്രസാദ് ചികിത്സ തേടിയിട്ടുണ്ട്. ഇനി പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ പോലീസ് ശിവപ്രസാദിനെ വിളിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഡോക്ടറോട് ശിവപ്രസാദ് ചോദിച്ചപ്പോൾ പറഞ്ഞത് താങ്കൾക്ക് വിശ്രമമാണ് വേണ്ടത്, താങ്കൾ വീട്ടിൽ വിശ്രമത്തിന് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചത്. എന്തായാലും നിലവിൽ ഈ വിശ്രമത്തിന് ശേഷം മർദ്ദനമേറ്റയാളുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. ഞായറാഴ്ച ഒരു 6:30 മണിയായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറവൂർക്ക് പോകാൻ ഇറങ്ങിയാണ്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പ്രശ്നം നീങ്ങിയിട്ട് നമുക്ക് പരിചയമുള്ള 2 പേര് നിൽക്കണം. അതിലൊരാൾ ഒരു ക്രിമിനലാണ്, മറ്റാൾ എൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ അയാളോട് ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറവൂർക്ക് ഇറങ്ങിയാണെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ മറ്റേ സുഹൃത്ത് പറഞ്ഞ് കറക്റ്റ് മേടിച്ച് കൊടുക്കണം, അപ്പോൾ അല്ലെങ്കിൽ ഞാനും വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകണമെന്നും പറഞ്ഞിട്ട് മറ്റേ ആൾ കറക്റ്റ് മേടിച്ച് കൊടുക്കാൻ പോയപ്പോൾ. ശ്യാം പ്രസാദ് തുടരുന്നുണ്ട്. ശ്യാം, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ യുവാവ് പരാതി നൽകുമ്പോൾ എന്തൊക്കെയാണ് രേഖകൾ? ഈ മെഡിക്കൽ സംബന്ധിയായിട്ടുള്ള രേഖകളൊക്കെ തന്നെ കയ്യിലുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് തോളലിന് പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ എക്സ്റേയും സ്കാൻ ഉൾപ്പെടെ എടുക്കണമെന്ന കാര്യമാണ് നിലവിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വിശ്രമം ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാരണവുമില്ലാതെ അകാരണമായിട്ട് ശിവപ്രസാദിനെ ഈ ജീപ്പിലേക്ക് വലിച്ചു കയറ്റുന്ന സമയത്താണ് പോലീസ് മർദ്ദിച്ചത് എന്നുമാണ് ശിവപ്രസാദ് പറയുന്നത്. അതിനുശേഷം ഈ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്നും പറയുന്നു. വളരെ രൂക്ഷമായ രീതിയിൽ പോലീസ് തന്നെ തെറിപറയുകയായിരുന്നു എന്നാണ് ശിവപ്രസാദ് പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഡിവൈഎസ്പിക്കും അതോടൊപ്പം തന്നെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്കും ഉൾപ്പെടെ ശിവപ്രസാദ് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ശ്യാം പ്രസാദ് ഉത്തമനാണ് പോലീസ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ നൽകിയത്.